മാന്യസദസ്സിന് നമസ്കാരം. തനിയെ നടന്നു നീ പോകുക, തളർന്നാലുമരുതേ പരാശ്രയവുമിളവും. അനുഗാമികൾ വെടിഞ്ഞാലും നിനക്കു നീ അഭയവും വഴിയും വിളക്കും. അതെ, അനുഗാമിയില്ലാത്ത പഥികൻ സ്വന്തം ജീവിതത്തെ സന്ദേശമാക്കുകയും മറുവശത്ത് ആ സന്ദേശത്തെ സ്വന്തം ജീവിതമാക്കുകയും ചെയ്ത അത്ഭുത പ്രതിഭാസം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി നിന്നുകൊണ്ട് 30 കൊല്ലക്കാലം ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യ സമര യജ്ഞങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന സ്ഥാനപ്പേര് തീർത്തും അഭികാമ്യം. അഹിംസ എന്ന വജ്രായുധം ഉപയോഗിച്ച് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ വിദേശാധിപത്യത്തിൽ നിന്നും മുക്തമാക്കിയപ്പോൾ അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ സമാധാനത്തിന്റെ, നന്മയുടെ മറ്റൊരു സമരമുഖം തുറക്കുകയായിരുന്നു. അഹിംസ എന്നാൽ മറ്റൊരുവന് ദോഷം ചെയ്യാതിരിക്കൽ മാത്രമല്ല, തന്നോട് തെറ്റ് ചെയ്തവനോട് ക്ഷമിക്കാനുള്ള സന്നദ്ധതയും കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ തൻ്റെ അയൽക്കാരനെയും താനായി തന്നെ കാണണമെന്ന മനോഹരമായ സ്നേഹസത്യത്തെ ലോകത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിച്ച കറയില്ലാത്ത മനുഷ്യസ്നേഹിയായി അദ്ദേഹം മാറി. സത്യമാണ് മനുഷ്യന്റെ ലക്ഷ്യമെന്നും ആ സത്യം ദൈവമാണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അഹിംസയോ ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗവും. എല്ലാ മതങ്ങളിലുമുള്ള നന്മയിൽ വിശ്വസിച്ചുകൊണ്ട് ഭാരതത്തിന്റെ അഖണ്ഡതയെ കാത്തു സൂക്ഷിക്കുവാൻ അദ്ദേഹം പരിശ്രമിച്ചു. ലളിത ജീവിതം ഒന്നുകൊണ്ട് മാത്രമേ പ്രകൃതിയെ ഹനിക്കാതെ മുന്നോട്ടു പോകാനാവൂ എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയ ആ ദീർഘദർശി ലളിത ജീവിതം തൻ്റെ മുഖമുദ്രയാക്കി. ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രനായ വ്യക്തിക്കും ധരിക്കാനുതകുന്ന തരം വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അർദ്ധനഗ്നനായ ഫക്കീറായി അദ്ദേഹം നമ്മുടെ മുന്നിൽ ജീവിച്ചു. മറ്റൊരു ഗാന്ധിദർശനമായ സർവോദയം മതത്തിൻ്റെയോ ജാതിയുടെയോ ലിംഗഭേദത്തിൻ്റെയോ പേരിൽ ആർക്കും വികസന സാധ്യതകൾ നിഷേധിച്ചുകൂടാ എന്ന് സിദ്ധാന്തിക്കുന്നു. സംസാരത്തിൽ നിന്നും മാറി നിൽക്കുന്നത് ആന്തരിക സമാധാനം നൽകുമെന്ന് വിശ്വസിച്ച അദ്ദേഹം ആഴ്ചയിൽ ഒരു ദിവസം മൗനവ്രതം അനുഷ്ഠിച്ച് ആത്മീയതയുടെയും അച്ചടക്കത്തിൻ്റെയും പാഠങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നുവെച്ചു. ജോലിയില്ലാതെയുള്ള സന്തോഷം, സ്വഭാവഗുണമില്ലാത്ത കച്ചവടം, ധാർമ്മികതയില്ലാത്ത മതം, ആദർശമില്ലാത്ത രാഷ്ട്രീയം, ഇവയൊക്കെ ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിൽ നിന്നും ഏവരും അകറ്റി നിർത്തേണ്ട സ്വഭാവ വൈകൃതങ്ങളാണ്. ഇങ്ങനെയുള്ള മഹത്തായ ദർശനങ്ങളാൽ അലങ്കൃതനായ അദ്ദേഹം ഭാരതീയരുടെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ മനസാക്ഷിയായി മാറിയെങ്കിൽ അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു. മാർട്ടിൻ ലൂതർ കിങ് മുതൽ ഇന്ന് മലാലയും ഗ്രേറ്റ ട്യൂൻബെർഗുമൊക്കെ ഗാന്ധിജിയുടെ ആദർശങ്ങളെ നെഞ്ചിലേറ്റിയവരാണ്. രക്തവും മാംസവുമുള്ള ഇങ്ങനൊരാൾ ജീവിച്ചിരുന്നതായി വരും തലമുറ വിശ്വസിക്കില്ല എന്ന് ആൽബർട്ട് ഐൻസ്റ്റീനും നൂറ്റാണ്ടുകളിലൂടെ ആയിരമായിരം ഹൃദയങ്ങൾക്ക് ആശ്വാസം പകരുന്ന പ്രകാശദീപമാണ് ഗാന്ധിജി എന്ന് നെഹ്റുവും പറഞ്ഞത് വെറുതെയല്ല. വിവിധ മതങ്ങൾ തോളോട് തോൾ ചേർന്ന ഇന്ത്യ, സ്ത്രീക്ക് ഏത് പാതിരാത്രിയിലും വഴി നടക്കാവുന്ന ഇന്ത്യ, പരിസരവും ജീവിതവും മനസ്സും മലിനമാകാത്തവരുടെ ഇന്ത്യ, രാഷ്ട്രീയവും അധികാരവും സർക്കാരും ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഇന്ത്യ, ഇതായിരുന്നു ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യ. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണ്? മൂന്നാറിലെയും വാളയാറിലെയും ആലുവായിലെയും പെൺകുട്ടികളെ ഇനിയും നമുക്ക് മറക്കാനാകുമോ? വർഗീയ കലാപങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ രക്തം നമ്മെ നോക്കി നിലവിളിക്കുന്നില്ലേ? ആകയാൽ പ്രിയമുള്ളവരെ, നമുക്ക് പിഞ്ചെല്ലാം ആ മഹാത്മാവിനെ. ഗാന്ധിയൻ ആദർശങ്ങളെയും ദർശനങ്ങളെയും നമുക്ക് നെഞ്ചിലേറ്റാം. ഗാന്ധിജി ഒരു സ്മൃതി മാത്രമാകാതെ നമ്മുടെ മാർഗദീപമായി, ചൈതന്യമായി, ശക്തിയായി ജീവിതത്തിൽ നിറയട്ടെ. ഈശ്വരനും അള്ളാഹുവും രാമനും ഒരു ദൈവം തന്നെ എന്ന് പഠിപ്പിച്ച ആ യുഗപുരുഷന്റെ മുമ്പിൽ അദ്ദേഹം ഏറെ സ്നേഹിച്ച ഗാനത്തിന്റെ വരികൾ ആലപിച്ചുകൊണ്ട് നിർത്തട്ടെ. രഘുപതി രാഘവ രാജാ രാം, പതിത പാവന സീതാരാം, ഈശ്വര അല്ലാഹ് तेरे नाम सबको सम्मति ഭഗവാൻ. നന്ദി, നമസ്കാരം.